ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആട്ടോ ചെയ്യുന്നത്. അതായത് ഈദിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും നിങ്ങളെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇതിലൊരു പറയാനുള്ള കാര്യം, നോ ബ്രഷ് മേക്കപ്പാണ്. നമ്മൾ ഒരു ബ്രഷോ അല്ലെങ്കിൽ നമ്മളൊരു സ്പോഞ്ചോ ഇതൊന്നും, ബ്യൂട്ടി ബ്ലെൻഡർ സ്പോഞ്ചല്ല, ഞാൻ അന്ന് ബ്യൂട്ടി സ്പോഞ്ച് എന്ന് പറഞ്ഞപ്പോൾ ആരും എന്നെ കളിയാക്കി, ഇത് എന്ത് സ്പോഞ്ച് അല്ല, ഇത് ബ്യൂട്ടി ബ്ലെൻഡർ ആണ്. ബ്യൂട്ടി സ്പോഞ്ചും സെയിം ആണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. കാര്യം അതൊന്നും എനിക്ക് എടുത്ത് അതൊന്നും ചെയ്യാൻ വയ്യ. കാര്യം നമ്മൾ ഏറ്റവും ബെറ്റർ നമ്മൾ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നതാണ്. നമ്മളെ ഫേസ് തന്നെയല്ല, അപ്പോൾ നമുക്ക് ആ ഒരു എന്താ കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ എപ്പോഴും കൈ കൊണ്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് വായോ, അതുപോലെ തന്നെ കമൻസ് പറയുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആരൊക്കെ മെഹന്തി ഇട്ടു എന്നുള്ളതൊക്കെ കമൻറ്റ് ഡൗൺ ചെയ്യണേ. അപ്പോൾ എനിക്കിതേ മാളി ചേച്ചി മെഹന്തിയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഈ കയ്യിൽ നിങ്ങൾക്ക് മെഹന്തി കാണാം. ഫസ്റ്റ് നമ്മൾ ഇബ കോസ്മെറ്റിക്സിൻ്റെ മസ്റ്റ് ഹാവ് എന്ന് പറയുന്ന ഒരു സിറമാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാനും ഡ്രൈ ആവാണ്ടിരിക്കാനൊക്കെയാണ്. ഇത് 24 ക്യാരറ്റ് വരുന്ന ഒരു സിറമാണ്. നല്ല സിറമാണ് കേട്ടോ. അപ്പം കുറച്ച് ഒരു 2 സീന് കഴിയുമ്പോഴത്തേക്കും ഓൺ വോയിസ് വരും. ഞാൻ വോയിസ് ഓവർ നിർത്തും കേട്ടോ. കാര്യം ഞാൻ ഫസ്റ്റ് പാർട്ടിൽ വോയിസ് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും ഞാൻ ഇത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഫേസ് ഫുള്ള്. അപ്പം നമുക്കൊരു പ്ലംബി എഫക്റ്റ് കിട്ടുകയും ചെയ്യും. അതൊന്ന് ഉണങ്ങാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു 1-2 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ അത് നല്ല അബ്സോർബ് ആവും. അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ്. നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഞാൻ ഇപ്പോഴാണ് വാങ്ങിയത്. സംഭവം 1000 എന്തോ ആണ് റേറ്റ് വരുന്നത്. ഇതിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും റേറ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പിശുക്കൊന്നും കാണിക്കാണ്ട് നല്ലപോലെ തന്നെ ഫേസിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ല ഫുള്ളി ഒന്ന് മസാജ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് തോന്നണം മുഖത്ത് കൂടുതലായി പോയി എന്ന് തോന്നണം. അതാണ് കാര്യം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഡ്രൈ ആവാൻ വെച്ചിരിക്കണം കേട്ടോ. അതിനിടയിൽ കൂടി എൻ്റെ കൈ കയറി അവിടെ തട്ടിയിട്ട് സൗണ്ട് പോയി, അതാണ്. അപ്പോൾ എന്തായാലും നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് സൺസ്ക്രീനും കൂടി ഇടണം കേട്ടോ. ഞാനിതിപ്പം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അപ്പോൾ വെറുതെ എന്തിനാണ് സൺസ്ക്രീൻ ഇടണേന്ന് വിചാരിച്ചിട്ടാണ് സൺസ്ക്രീൻ ഞാൻ ഇടാണ്ടിരിക്കുന്നത്. നിങ്ങൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് ഇട്ടുമ്പോൾ തന്നെ നമ്മൾ ഫേസിലൊരു ഗ്ലോ ഒക്കെ കണ്ടില്ല. ദെൻ നമ്മൾ സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ ഈ ഒരു പ്രൈമറാണ്. ഇത് വന്നിട്ടൊരു പിങ്ക് ഷെയ്ഡുള്ള പ്രൈമർ ആട്ടോ. ഇത് നിങ്ങൾ വിചാരിക്കും ഫേസ് ഹൈലൈറ്റിംഗ് പ്രൈമർ എന്നാണ്. അതായത് നമ്മൾ ഫേസിൽ ഇട്ടാൽ ഇതൊരു പ്രൈമറിൻ്റെ എഫക്റ്റും തരും, അതുപോലെ തന്നെ ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് തരും, ലൈക്ക് ഒരു ഗ്ലോ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ഹൈലൈറ്റർ ആവട്ടെ നമ്മൾ ഫേസിലിടുമ്പോൾ കാണുമ്പം ഗ്ലോ ആയിട്ട് തോന്നുമെങ്കിലും അടുത്ത് വരുമ്പോൾ മറ്റേ ഗ്ലിറ്റർ പൗഡർ വാരി ഇട്ടൊരു എഫക്റ്റ് കിട്ടും. അത് വേറൊരു നെഗറ്റീവ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് അങ്ങനെ നമുക്ക് നാച്ചുറൽ അല്ലാത്ത ഗ്ലോ നമ്മൾ ഫേസിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ പറ്റത്തുള്ളൂ. അതുകൊണ്ടായിരിക്കാം, മേ ബി, അറിയത്തില്ല. കാണാനൊരു വൈറ്റ് സംഭവമാണെങ്കിലും ഇത് കണ്ടോ, ഇത് നമ്മൾ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുമ്പം അതൊരു പിങ്ക് ഗ്ലിറ്ററാണ് കേട്ടോ. പിങ്ക് കളർ ഒരു ഗ്ലിറ്ററാണ്. ഈ സൈഡിലൊക്കെ ഗോൾഡാണ്. അപ്പോൾ ഇതിൽ പല പല വേരിയൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലൈക്ക് പിങ്ക് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഇതിപ്പം ഞാൻ അറിഞ്ഞില്ല, ഞാനിവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇതിന് ഷെയ്ഡ് ഉണ്ടെന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ എടുക്കുമ്പം ഇറ്റ്സ് വൈറ്റ്. ഐ വിൽ ഷോ യു ഗൈസ് ദാറ്റ്. ദെൻ യു ക്യാൻ സീ ആ വൈറ്റ് ഒന്ന് വാനിഷ് ആയിട്ട് ദാറ്റ്സ് ബിക്കമിങ് മോർ പിങ്ക്. ഓക്കെ, ബിക്കോസ് എനിക്കിഷ്ടമാണ് ഈ ഒരു ഇത്. ഞാൻ വാങ്ങിയത് മീൻസ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ ഹൗ ഇറ്റ് ലുക്സ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇറ്റ് ലുക്സ് ബെറ്റർ ഓൺ ദി ക്യാമറ ബട്ട് നോട്ട് ഇൻ റിയാലിറ്റി, ബട്ട് ഇറ്റ് ലുക്സ് ഗുഡ്. പക്ഷേ ഈ ഒരു ഗ്ലിറ്റർ പൊടി ഇടുന്നത് പോലെ ഇരിക്കുന്ന ഇഷ്ടമല്ലാത്തവർ ഡോണ്ട് യൂസ് ഇറ്റ്, ബിക്കോസ് ഇറ്റ് ആക്ച്വലി ലുക്സ് ലൈക്ക് ദാറ്റ്. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഹുദ ബ്യൂട്ടീൻ്റെ ആണ്. ഡ്യൂപ്ലിക്കേറ്റ്സ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, വാങ്ങി യൂസ് ചെയ്യരുത്. നൈക്കയിൽ നിന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഞാൻ എൻ്റെ ഷെയ്ഡ് എന്ന് പറയുമ്പം കസ്റ്റാർഡ് ആണ്, 220N. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഐ തിങ്ക് 3300 സംതിങ് ആണ്. മേ ബി ചിലർക്കത് അഫോർഡബിൾ ആയിരിക്കില്ല, ചിലർക്ക് അഫോർഡബിൾ ആയിരിക്കാം. തീർന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ യു. എന്നെ സംബന്ധിച്ച് ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്, ബട്ട് എൻ്റെ ആവശ്യങ്ങൾ ഇത് വെച്ച് സിമ്പിളായിട്ട് നടക്കാറുണ്ട്.
ആൻഡ് ആക്ച്വലി ഇറ്റ്സ് എ തിക്ക് ഫൗണ്ടേഷൻ. ഇതിൽ കാണുമ്പം ഇതെന്താ ഷെയ്ഡിന് മാച്ചായിട്ട് തോന്നുന്നില്ല, ബട്ട് വെൻ വി ബ്ലെൻഡ് ഇറ്റ് ആക്ച്വലി ലുക്സ് ലൈക്ക് മൈ സ്കിൻ. യു ക്യാൻ സീ. ഞാനിവിടെ മറ്റേ ഇതാണ് നോ ബ്രഷോ നോ ടൂളോ എന്തൊരു സാധനം ഉണ്ട് പറയുമല്ലോ അതിന്, വിത്തൗട്ട് ബ്രഷ്. പിന്നെ ഇതിൻ്റെ കാര്യം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഇറ്റ് വിൽ ബിക്കംസ് ഡ്രൈ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പിടിച്ചു പോവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും ഗേൾസ്. ഇനി നമ്മൾ ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എൻ്റെ ഐബ്രോ ഇത് കഴിഞ്ഞു പോയി ഗൈസ്. ഞാൻ അത് ഓർഡർ ചെയ്തിട്ട് ഇതുവരെ അത് വന്നിട്ടില്ല. അത് ഇവിടുത്തെ ലോക്കൽ ഷോപ്സിലൊന്നും അവൈലബിളും അല്ല. അങ്ങനെ ഞാൻ കുറച്ച് പെട്ടുപോയി. സോ ഐ എം യൂസിങ് കൺസീലർ. നമുക്ക് നല്ലൊരു ഡിഫൈൻഡ് ഐബ്രോസ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇനി നമുക്ക് ഐ ഷാഡോ ഇടാം. എൻ്റെ പാലറ്റ് പൊട്ടി ഇവിടെ, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ന്യൂട്രൽ ഷെയ്ഡ് എടുക്കുക. ഇത് ലൈറ്റ് ഒരു പിങ്ക് ആണ്. ദെൻ നമ്മളിവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നോ ബ്രഷ് മേക്കപ്പ് ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഒന്നിനും ബ്രഷ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഏത് കളർ ഇടും മേടാ? നമുക്കൊന്ന് നമ്മൾ കൈ കൊണ്ടിടുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ. കാര്യം നമുക്ക് ഭയങ്കരമായിട്ട് എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റും. എനിക്ക് ബ്രഷ് ഉള്ളതിനെക്കാട്ടി എനിക്കിതും എൻ്റെ കൈ വെച്ച് ചെയ്യാനോ ലൈക്ക് നമുക്കെല്ലാം നല്ല കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റും. ഭയങ്കര ഇഷ്ടം. ഗായ്സ് നമ്മളപ്പോൾ ഇത്രയും ഇങ്ങനെ ഈ ഒരു ഷെയ്ഡ് കൊടുത്തു. ദെൻ നമുക്കൊരു കുറച്ചൊരു പാർട്ടി അല്ലേ, അപ്പോൾ കുറച്ചൊരു ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാം. എനിക്ക് വേറെ ഐ മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ലത് കൊണ്ടാണ്. ബട്ട് നമ്മൾ ഈ സെൻറ്ററിലാണ് നമ്മളത് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ഇവിടെ ഒന്നും ചെയ്ത് സെൻറ്ററിൽ മാത്രം. അപ്പോൾ നമ്മുടെ ഐസ് ഒന്ന് എടുത്ത് നിൽക്കും. അതിനാണ് നമ്മൾ ഈ ഭാഗത്ത് മാത്രം ചെയ്യുന്നത്. എന്നിട്ട് വേറൊരു സംഭവം പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്നിട്ട് ഒരു ഡാർക്കർ ഷെയ്ഡോ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇവിടെ മീൻസ് അതിൻ്റെ ലെഫ്റ്റിൽ, ഇപ്പുറത്തെ കണ്ണാണെങ്കിൽ അതിൻ്റെ റൈറ്റിൽ ഇട്ട് കൊടുക്കുക. ഒരു ഡബിൾ കളർ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ നോക്കുന്നത്. എന്നിട്ട് ഇനി നമ്മൾ മറ്റേ പാലറ്റിൽ നിന്ന് കുറച്ചും കൂടി ഇതിനെക്കാട്ടൊരു ന്യൂട്രലായിട്ട് ഇതുമായിട്ട് മാച്ച് ചെയ്യാത്തൊരു കളർ എടുത്തിട്ട് കൊടുക്കുക. എന്നും പറഞ്ഞാൽ അങ്ങനെയല്ല, ലൈക്ക് ഇപ്പോൾ ഇതിൽ കുറച്ചൊരു ലൈറ്റ് എന്ന് പറയാൻ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊരു ഗ്ലിറ്റർ ഷെയ്ഡാണ്, ലൈക്ക് ഒരു പിങ്ക് ആണ്. സോ ഗോസ് വിത്ത് ദിസ്. കണ്ടോ? അപ്പോൾ അവിടെ ഒരു ബ്രൈറ്റ് എഫക്റ്റ് കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് 3 കളറാണിത്. ഇവിടെ ഒരു പിങ്ക്, ഇവിടെ ഒരു ഗോൾഡ്, ഇവിടെ ഒരു ഓറഞ്ച് ബ്രൗൺ, ആ ഒരു ഷെയ്ഡ്. ഇങ്ങനെയാണ് നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ ഇന്നിപ്പോൾ പോയിട്ട് വാങ്ങിയ സാധനം കേട്ടോ, കാണിച്ചു തരാം. എൻ്റെ അടുത്ത് ഓൾറെഡി അതുണ്ടായിരുന്നു. മുമ്പത്തെ വീഡിയോ കാണുന്നവർക്കറിയാം ഈ ഒരു സാധനം. അത് എൻ്റെ അടുത്ത് നിൻ്റെ ബ്രഷ് കളഞ്ഞു പോയി. ആക്ച്വലി ആ ബ്രഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ബ്രഷ് പോയാൽ പിന്നെ ഇതിനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. വേറെ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? ബ്രഷ് വേണം, ഇല്ലാണ്ട് പറ്റത്തില്ല. അന്ന് ഞാനിത് വാങ്ങിയപ്പം ഇറ്റ്സ് 500. അതോ കടക്കാർ എന്നെ പറ്റിച്ചതാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ വാങ്ങിയപ്പം സെയിം ബ്രാൻഡ് ഞാൻ വാങ്ങിയപ്പം 250 ഉള്ളൂ കേട്ടോ. ഇത് ഒരു ജെൽ ഐലൈനറാണ്, നൈസ് അടിപൊളി ഐലൈനറാണ്. ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു കിടുക്കാച്ചേറ്റാണ്. ദെൻ ഞാൻ ഡാസ്ലറിൻ്റെ ഈ ഒരു ഐലൈനർ വാങ്ങിയിട്ടോ. കാര്യം ഞാൻ ഇതുവരെ ഡാസ്ലറിൻ്റെ ഐലൈനർ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഫുള്ള് ലാക്മിയാണ് യൂസ് ചെയ്തത്. അപ്പം എനിക്കിത് കണ്ടപ്പം ഇത് ഡാർക്കാണോ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ലൈക്ക് യൂസ് ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പം യൂസ് ചെയ്യണോ അറിയത്തില്ല, നോക്കാം. നമ്മൾ അൺബോക്സിങ് വീഡിയോ ചെയ്തു. അയ്യോ എന്നാൽ മതി. സെയിം ഇതെനിക്കുണ്ട്. ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു. ഇതിപ്പോൾ നോക്കിയോ 2 ദിവസം ആകുമ്പോൾ ഇത് വീണ്ടും കളഞ്ഞു പോകും.
ഉദ്ഘാടനം കഴിഞ്ഞു. നമ്മളിത് ഇവിടുത്തെ ഈ ലൈനില് അയ്യാ എത്ര പേര് ഡാസ്ലർ ലവേഴ്സ് ആണെന്ന് കമന്റ് ഡൗൺ ചെയ്യൂ. ഒരു ബ്ലാക്ക് ആണ് എനിക്ക് ഇതിൽ കാണുന്നത്. അതൊന്നോ ഇതിങ്ങനെ നേരിട്ട് എങ്ങനെയാണ്. ഓക്കെ, നമ്മളൊരു മിറർ. ഓ രസമുണ്ടല്ലേ ഇത് കാണാൻ. പിന്നെ ഐലൈനറൊക്കെ വരയ്ക്കുന്നത് നമുക്ക് ഒരിക്കലും വേറൊരാളെ നോക്കിയിട്ട് ചെയ്യാനേ പറ്റത്തില്ല. കാര്യം ഓരോരുത്തരും ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആണ്. ആൻഡ് ഓൾസോ ഓരോരുത്തരും വരയ്ക്കുമ്പോൾ ഓരോ രീതിക്കാവുന്നു. ഇവൻ ഞാൻ പോലും ഈ കണ്ണിൽ ഇങ്ങനെ വരച്ചാൽ അപ്പുറത്തെ കണ്ണി വരയ്ക്കുമ്പോൾ അത് വേറെ ഇതായി പോവും, വേറെ പാറ്റേൺ ആയി പോവും. ലൈക്ക് ഈ വിങ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരു വിങ് താഴോട്ടിരിക്കും, ഒരു വിങ് മുകളിലോട്ടിരിക്കും. അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ എനിക്കുണ്ട്. എൻ്റെ അടുത്ത് ചിലർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ കറക്റ്റ് ഐലൈനർ എഴുതുക. ഞാൻ എഴുതുന്നതല്ല, അതെനിക്ക് ഞാനൊരു 10 പ്രാവശ്യം വായിക്കേണ്ടി വരും. ഇത്രയും കോൺസെൻട്രേഷൻ ഉള്ള പണി വേറെ എനിക്കറിയത്തില്ല. ലൈക്ക് നമ്മൾ അത്രയും സൂക്ഷിച്ചിടണം. കേട്ടോ ഇപ്പോൾ പണ്ട് കണ്ണ് ഫുള്ള് എഴുതും. ഇപ്പം എനിക്ക് എന്താ അതിനോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ എപ്പോഴാണ് അതിൽ നിന്നിട്ട് ഇങ്ങോട്ട് മാറിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ആ ടൈമിലൊക്കെ ഞാൻ ഇങ്ങനെ ചേഞ്ച് ആയ ടൈമിലൊക്കെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. ലൈക്ക് ഉറക്കം തൂങ്ങി കണക്കിരിക്കും എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പം കണ്ണ് ഫുള്ള് എഴുതുമ്പോഴാണ് എനിക്ക് ചേരാത്ത. അത് എഴുതിയിട്ട് കുറേ കാലമായി. ഐ തിങ്ക് എന്തെങ്കിലും ഷൂട്ട്സിനായിരിക്കും ഇപ്പം കണ്ണ് ഫുള്ള് എഴുതുക. രണ്ട് ടൈപ്പ് ലിപ്സ്റ്റിക് ഉണ്ട്. ഇത് ഏതൊക്കെ ഷെയ്ഡാണെന്ന് തുറന്നു നോക്കണം. ബർഗണ്ടി ലഷ്, ന്യൂഡ് ന്യൂവാൻസ് ആയിരിക്കും. യെസ് ഗായ്സ്, ഇറ്റ്സ് ന്യൂഡ് ന്യൂവാൻസ്. ഞാൻ മൈലാഞ്ചി ഇട്ട് മാളച്ചേച്ചി ഇട്ടെന്നുണ്ട്, നല്ല രസമുണ്ട്. ന്യൂഡ് ന്യൂവാൻസ് നമ്മൾ ഇട്ടിട്ട് ഇനി നമ്മളിങ്ങനെ കവിളിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ആക്ച്വലി ഒരു ഗുഡ് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് കം ചീക്ക് ടിൻറ്റ് ആണിത്. ഓ ദാരിദ്ര്യം പിടിച്ചൊരു ലിപ്സ്റ്റിക്കിൻ്റെ പെൻസിൽ. ഇതല്ല ഞാൻ പക്ഷെ യൂസ് പോലും ചെയ്തിട്ടുള്ള. എൻ്റെ അനിയത്തി അവൾ പടം വരയ്ക്കാനൊക്കെ എടുത്ത് തോന്നുന്നു, അറിയത്തില്ല. എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്. ഇത് യൂസ് ചെയ്യുന്നവർക്കറിയാം. എൻ്റെ മണം എന്ന് പറഞ്ഞാൽ മറ്റേ കോപ്പിക്കോ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആൽപ്പല്ലീബയുടെ ഒക്കെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര ഒരു ഗ്ലോയി ഫിനിഷ് വരുന്ന മേബിലിൻ്റെ വിനായലിങ്ക് എന്ന് പറയുന്ന ഇതാണ് ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ട് 849. ആൻഡ് പ്രൈസ് പറയുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് കമൻറ്റ് വരുന്നത് ലിപ്സ്റ്റിക്ക് എഴുതുന്നു, ഫൗണ്ടേഷൻ എഴുതുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയാണ് റേറ്റ് പറഞ്ഞത്. അതിൻ്റെ അല്ല, ഐലൈനറിൻ്റെ റേറ്റ് പറഞ്ഞു. അല്ല, ഇത് വൈറ്റ് ടോണിൻ്റെ ഒരു പൗഡറാണ്, നല്ല പൗഡറാണ്. ഞാൻ കോമ്പാക്റ്റ് യൂസ് ചെയ്യൂല. എനിക്കെന്താ കോമ്പാക്ട് പൗഡേഴ്സിനോട് താല്പര്യമേ ഇല്ല. എനിക്ക് ഇവിടെ നിന്ന് അങ്ങനെ വെച്ചാൽ ലിപ്സ്റ്റിക്കിലാവും, അതുകൊണ്ടാണ്. ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്മാറിയിരിക്കുന്നു ഗായ്സ്, ബിക്കോസ് എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. വൗ ഷൂ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ലുക്ക്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണെന്ന് എനിക്ക് തോന്നി പേഴ്സണലി. ബിക്കോസ് നമ്മൾ മറ്റേ ഇതിനൊക്കെ ഭയങ്കര ആഡംബരമായിട്ട് ഇങ്ങനെ ഒരുങ്ങിയാണ് നിന്നത്. പക്ഷെ ഇതിൽ അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമില്ല. ഞാൻ ഒരുങ്ങിയിട്ടുള്ളത് ജസ്റ്റ് ഡ്രസ്സ് ഇട്ടു, ഞാൻ മേക്കപ്പ് ഒന്ന് ചെയ്തു. അതാണല്ലോ മെയിൻലി വേണ്ടത്. മേക്കപ്പാണ് ഞാൻ കാണിക്കാൻ വന്നത്, അപ്പോൾ അത് കാണിച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയൊക്കെ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ചേരുന്നത് വേറെ ആയിരിക്കും, എനിക്ക് ചേരുന്നത് വേറെയാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ ഹെയർ സ്റ്റൈലിന് കൂടുതൽ നേരം അങ്ങോട്ട് കൊടുക്കാണ്ട് നിന്നത്. കാര്യം എനിക്ക് അറിയത്തില്ല മെയിൻലി ഹെയർ സ്റ്റൈൽ ചെയ്യാനൊന്നും. അപ്പോൾ എന്തായാലും ഞാൻ പഠിച്ചിട്ട് കുറച്ച് ഹെയർ സ്റ്റൈൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുമ്പം. കുറച്ച് സിമ്പിൾ മേക്കപ്പ്, കുറച്ച് ഹെവിയാണ്.
നോർമലി നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചൊരു എക്സ്ട്രാ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്, എക്സ്ട്രാ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പം ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ലോങ് വീഡിയോസ് ഇനി കുറേ വരുന്നതായിരിക്കും. അപ്പോൾ അതിനെല്ലാം സ്റ്റേ ട്യൂൺഡ്. പിന്നെ നമ്മൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർണമെൻറ്റ്സ് ഇടാം. നിങ്ങൾക്ക് ഹിജാബ് ഇടുന്നവരാണെങ്കിൽ ഹിജാബ് ഇട്ടോളൂ. അപ്പം എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അപ്പം എന്തായാലും നമുക്ക് നാളെ കാണാം കേട്ടോ. നാളെ ഈദാണ്. അപ്പം എല്ലാവർക്കും ഈദ് വിഷസ്. എന്തായാലും അടിച്ച് പൊളിക്കട്ടോ. അപ്പം എന്തായാലും എല്ലാവരും കമൻറ്റ് ഡൗൺ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത്. അപ്പം എന്തായാലും ബൈ ബൈ.